പടം കണ്ടവരോട് പറഞ്ഞു, നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വിളിച്ചു. നീ നന്നായിട്ട് ഞാനത് പറഞ്ഞു, അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം സായിയും ഗോകുലൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആ പടത്തെ നന്നായിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാണ്. അജു ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം ചെയ്യും. അജുവാണ് ഇതിൻ്റെ ഇടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞു തന്നൊരു ഈ വീടിൻ്റെ ഐശ്വര്യം അജു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഞാനും ആ പെട്ടിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട്. അജു വന്ന് ബഹുമാനവും കാണിക്കുന്നുണ്ട്. പിന്നെ കളറിപ്പോയിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ശരിയാണ്, കുറേ സീനൊക്കെ ഉണ്ടായിരുന്നത്. ഒരു സീനുണ്ടായിരുന്നു, എനിക്ക് വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ടുപേരും. ഒന്ന് മല്ലിക സുമാർ, മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം, ഞങ്ങൾ ലളിത ചേച്ചിയാണെന്ന് നോക്കാൻ പോയത്. പക്ഷേ ലളിത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലായിരുന്നു. പക്ഷേ മല്ലിക ചേച്ചിയുടെ പ്രസൻസ് ഭയങ്കര ഫീൽ ചെയ്യും. ഈ ഒരു സീനുണ്ടായിരുന്നു, അതിൽ പറയുന്നത് ഈ അനാർക്കലിയുമായിട്ട് ഈ ഏലിയനുമായിട്ട് ഒരു സ്നേഹത്തിലെത്തി. അപ്പോൾ ഇവർ പിന്നെ ഡോക്ടർ അലീന വരും, ഒരു സീനിൽ വരുന്നുണ്ട്. അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കും. പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് യവന്മാരെ രണ്ടും വിളിക്കാം, കഥവിൻ്റെ വിളിക്കാം. അപ്പോൾ ഇയാളങ്ങ് ആഹാരം എല്ലാം ഈടെ ഇല്ല വിളിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ, മറ്റൊരു കഥാപാത്രം, രാഘവത്തിന് ശബ്ദം കൊടുത്താരാണെന്ന് എനിക്കറിയില്ല, എബ്രഹാം എന്നാണ്. വളരെ മനോഹരമാണ് രാഘവൻ. അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട്, നാസയിൽ നിന്ന് ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഭയങ്കര രസകരമായ പഞ്ചെന്ന് പറയുന്നത്. എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളുണ്ട്. എന്താണെന്ന് പറയാം, എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാൾക്കാർ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഒരാൾ ഒരു സാമാന്യവരാണ്, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു 120 കിലോ തൂക്കവും ഒരു 6 അടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് എന്നൊരാളാണ്. ഇതിൽ പറയുന്നത് രണ്ടമ്മമാരും അത്ര ശരിയല്ല. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ട്രോളാണ്. കാരണം തടിയൻ അവൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്നൊക്കെ പറയുന്നത്. ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യമായിട്ട് ഇട്ടിരിക്കുക. കാരണം ഞാൻ അവരെ പറ്റി കമൻറ്റ് പറയുന്നത് അവരൊക്കെ പൊട്ടിശരിയാണ്, സന്തോഷം. അവിടെ നിന്നുള്ള നാട്ടുകാരൻ ഉണ്ടാക്കിയ ഒരു ട്രോളാണ്. അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനം. അത് കറക്റ്റായിട്ട് സിം ചെയ്യും നാട്ടുകാർ കണ്ടപ്പോൾ കോറിലേറ്റ് ചെയ്യണത്. ഈ ഗണേശാരി വലിയൊരു ബ്രേക്ക് തന്നെയാണ്. അപ്പൊ പുതിയ മേക്കേഴ്സിനെ ഗണേശനെ അപ്രോച്ച് ചെയ്യാൻ പുതിയ വേഷങ്ങൾ തരാനൊക്കെ. അപ്പൊ അതിനു വേണ്ടി ഗണേശനെ എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ള, കാരണം ഭയങ്കര തിരക്കുള്ള ആളാണ് ഇപ്പുറത്തെ സൈഡിൽ. ഞാൻ മുമ്പ് മിനിസ്റ്റർ ആയിരിക്കുന്ന സിനിമയിൽ അഭിനയിച്ചു. നല്ല സിനിമയാണ്. ഹൃദയ ഒരു തല കാണിച്ചിട്ട് കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണെന്ന് ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് ഉണ്ട്. അതൊക്കെ ഒരു വെറുതെ സൈഡ് റോളെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാകണം. ഒരു കഥ, ഞാനൊരു കഥ ഈ ഗോകുലിൽ പറഞ്ഞു കൊടുക്കും, സിനിമ കണ്ടിട്ട് കഥ ഗോകുലിൽ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ആ പറയും അവനാ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞത് അവിടെ പറഞ്ഞില്ല. അങ്ങോട്ട് പാറൊക്കെ വിളിക്കുമ്പോൾ ഈ അടുത്തൊരു സാധനം ഉണ്ട്. ഈ സിനിമ നന്നായി ഓടണം, ഓടിയാൽ നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു കഥ പറഞ്ഞ സമയം അവന് പറഞ്ഞു, അങ്ങനെ മാറി എനിക്ക് അവന് കഥ പറഞ്ഞു. അതായത് ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള AI ടെക്നോളജിയിൽ, എന്ത് ടെക്നോളജിയാണ് പറയുന്നത്, ഡീപ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി. വളരെ രസകരമായ ഒരു കഥ എന്നോട് പറയുന്നു. അത് ഞാൻ ഈ അജിത് വിനായകനെ പറഞ്ഞ് കേട്ട കഥയുണ്ട്. പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കുന്നു. കാരണം പടം ഓടണം. ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു മറ്റു ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു സ്റ്റോറി ആയിട്ട് അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ്. ഇപ്പോൾ അച്ഛൻ ഗോകുലിന്റെ അച്ഛൻ ഗോകുലിന്റെ അച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേശ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന് വലിയൊരു യോഗത്തിന്റെ ഒരു അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? അല്ല, ഗോകുലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞ് അവനൊരു ഇപ്പോഴും അവൻ്റെ ശരീരം വളർന്നുണ്ട്, കുഞ്ഞുങ്ങളെ മനസ്സിലായിട്ട് പാവമാണ്. വെറും നമ്മളധികം പറയുമ്പോൾ നോക്കിയിരിക്കും, കുഞ്ഞുങ്ങൾ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും. നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവം സിനിമയിലാണ്. ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ, സുരേഷ് ഗോപി വില്ലനായിട്ടല്ല. അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. ഇവനെ കൊച്ചുകാലത്ത് എനിക്കറിയാം, കുഞ്ഞിലേ അറിയാം.
അപ്പോൾ അഭിനയിക്കണമെന്ന് എനിക്ക് നല്ല സന്തോഷമായി. നല്ല സുന്ദരനൊക്കെ ആയിട്ട് വന്നിരിക്കുക, താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കും, ഒരു തൊപ്പി നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ പാപ്പൻ എന്ന സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളെ വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും വലിയ പ്രസൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അത് നല്ല ഒരു നടനാണ്. തീർച്ചയായിട്ടും ഒരു നല്ല ഇതുണ്ടാവുക. അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ്. പലപ്പോഴും സംസാരിക്കാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയോ വാതുറക്കാതെയോ എല്ലാ എക്സ്പ്രൻസും, ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നു. മറ്റൊരു രസകരമായ പൂച്ചയാണ്. ഈ പൂച്ചയെ കൊണ്ടുവന്നിട്ട് നല്ല മനോഹരമായ പൂച്ച. എനിക്കത് ഈ പൂച്ചയെ കൂടെ പേടിയാണ്, തൊടാൻ ഭയങ്കര ഇതാണ്. ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല, പക്ഷേ പൂച്ച ഭയങ്കര. എൻ്റെ ചന്തു പറഞ്ഞ് സാറിൻ്റെ മടിയിലൊന്ന് ഇരുത്തണം, നമുക്ക് ഇവൻ്റെ അവിടെ ഇരിക്കട്ടോ. ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ച് പൂച്ച ചാടി ഓടിക്കണം. പൂച്ചയുടെ ഇടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും. അയാളുടെ മട്ടി ഇത് കുറേ പണിയെടുത്തപ്പോൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിലിരുത്താൻ. കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി ഇവനാണ് ഇരുന്ന് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൂച്ച ഇറങ്ങി പോകും, എന്നെ തിരിഞ്ഞ് ഓടി പൂച്ച ഇറങ്ങി.